മറ്റൊരു വാർത്തയിലേക്ക്. ജയിലിൽ കിടന്നും തടിയന്റെവിടെ നസീർ തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കിയെന്ന് NIA കണ്ടെത്തൽ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIA അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ 3 പേരെ തടിയന്റെവിടെ നസീറിന് സഹായം നൽകിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു NIA. ജയിലിലെ ഒരു മനഃശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ ASI, മറ്റൊരു പ്രതിയുടെ അമ്മ എന്നിവരെയായിരുന്നു നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് NIA പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ലഷ്കർ-ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ 2023 ബംഗളൂരുവിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഈ പദ്ധതി പാളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തടിയന്റെവിടെ നസീർ ജയിലിൽ കിടന്നു തന്നെ മറ്റൊരു നീക്കം നടത്തിയത്. അറസ്റ്റിലായ ജയിലിലെ ഡോക്ടർ നാഗരാജ് മുസ്ലിം യുവാക്കളായ തടവുകാരെ തീവ്രവാദ പ്രവർത്തനത്തിനായി പ്രേരിപ്പിച്ചുവെന്നും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ജയിലിലെ തടവുകാരെ NIA ചോദ്യം ചെയ്യുകയാണെന്നും NIA കണ്ടെത്തലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, മത തീവ്രവാദം ജയിലിലും തുടരുന്നയാളാണ് തടിയന്റെവിടെ നസീർ. നേരത്തെയും ഇതിന്റെ വിവരങ്ങൾ വന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സംഘത്തെ തന്നെ, ജയിലിലെത്തുന്ന യുവാക്കളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തീവ്രവാദ സംഘം തന്നെ ഉണ്ടാക്കുകയാണല്ലോ തടിയന്റെവിടെ നസീർ. എന്തൊക്കെയാണ് NIA പുതിയ കണ്ടെത്തലുകൾ? മഞ്ജുഷ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2023 സ്ഫോടന പദ്ധതി പരാജയപ്പെട്ടുവെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് തടിയന്റെവിടെ നസീർ ഒരു തരി പോലും പിന്നോട്ട് പോയില്ല എന്നു മാത്രവുമല്ല, കൂടുതൽ സ്ഫോടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് തടിയന്റെവിടെ നസീർ തുടർന്നുകൊണ്ടേ ഇരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. അതിന് ആരുടെയൊക്കെ സഹായമാണ് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത്, ജയിലിനകത്ത് തന്നെ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന മുസ്ലിം യുവാക്കളെ ആണ് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി സംഘങ്ങളാക്കി മാറ്റാൻ തടിയന്റെവിടെ നസീർ ശ്രമിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജീവപര്യന്തം പോലെ വലിയ ശിക്ഷകൾ ലഭിച്ചിട്ടുള്ള തടവ് പുള്ളികൾക്ക് തടവ് ചാടുന്നതിനോ അല്ലെങ്കിൽ അവർ പരോളിൽ ഇറങ്ങുമ്പോഴും മറ്റുമൊക്കെ പുറത്ത് സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ ആയിരുന്നു തടിയന്റെവിടെ നസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ തടിയന്റെവിടെ നസീറിന് തീവ്രവാദ പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് നടത്തുന്നതിന് വേണ്ടി സഹായം എത്തിച്ചു നൽകിയ ജയിലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ആയിട്ടുള്ള ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ NIA ശേഖരിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നാഗരാജ് ഈ മുസ്ലിം യുവാക്കൾക്ക് തടിയന്റെവിടെ നസീറിന് വേണ്ടിയിട്ട് വേറെ തരത്തിലുള്ള, അതായത് സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഇവരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതാണ് ഡോക്ടർ നാഗരാജിന്റെ ഉത്തരവാദിത്തമെങ്കിലും അതിന് വിപരീതമായി കൂടുതൽ മതചിന്തയും തീവ്രവാദ ചിന്തയും ഈ മുസ്ലിം യുവാക്കൾക്കിടയിൽ കുത്തിനിറച്ചു നാഗരാജ് എന്ന തരത്തിലുള്ള സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റ് തടവുകാരെ അടക്കം NIA ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ജയിലിലെ ASI ആയിരുന്ന ചാൻ പാഷ നേരത്തെ തടിയന്റെവിടെ നസീർ ഉൾപ്പെടെയുള്ളവരുടെ ജയിലിൽ നിന്നുള്ള നീക്കങ്ങൾ, അതായത് കോടതിയിലേക്ക് മറ്റുമൊക്കെ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, ആ സമയക്രമം എപ്പോഴാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പലർക്കും ചോർത്തി നൽകിയതായുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം യുവാക്കളുടെ പശ്ചാത്തലമടക്കമുള്ള വിവരങ്ങൾ തീവ്രവാദ സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ എന്നതും വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നു. ആരൊക്കെയാണ് ഇത്തരത്തിൽ ജയിലിന് പുറത്ത് നിന്നുകൊണ്ട് ഇവർക്ക് സഹായം എത്തിച്ചത്, ഒപ്പം പരപ്പന അഗ്രഹാര ജയിലിലെ മറ്റ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ കണ്ണിയായിട്ടുണ്ടോ, അതോടൊപ്പം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തടിയന്റെവിടെ നസീർ ഉൾപ്പെടെയുള്ളവർ ആരുമായാണ് ആശയവിനിമയം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ NIA വിശദമായി പരിശോധിച്ചു വരുന്നത്. എന്തായാലും ജയിലിന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു തടിയന്റെവിടെ നസീർ തുടർന്നുകൊണ്ടേ ഇരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് NIA അന്വേഷണത്തിൽ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. 2023 ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുവാനുള്ള ആസൂത്രണം പാളിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് പുതിയൊരു സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമം ജയിലിൽ തടിയന്റെവിടെ നസീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് NIA കിട്ടിയത്.